ഹായ് ഓൾ. അപ്പോൾ ദാ ഞാനും പൊന്നൂസും ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ നമ്മളിന്ന് പോണത് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഓഫീസിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഓല ഓഫീസാണിത്. ഇവിടെ കുറച്ചാലൊക്കെ ഞാനും വർക്ക് ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ വർക്കൊന്നും ചെയ്യണില്ല കേട്ടോ. കാരണം ഞാൻ ഓഫീസിലേക്ക് വന്നിരുന്ന സമയത്ത് പൊന്നി എന്നും കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ ഓഫീസിലേക്ക് പോന്നാൽ പിന്നെ ഓള് മദ്രസ വിട്ട് വന്ന് ഓളെ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഓക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കാണുമ്പോൾ എനിക്കൊരു ഗതികേടായിട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ജോലി വേണ്ടാന്നാണ് വെച്ചതാട്ടോ. പിന്നെ രണ്ടാമത്തെ പ്രശ്നം നമ്മളെ നാട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു ബസ്സുള്ളൂ കേട്ടോ. അതും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിന് വേണ്ടാച്ചു. ജോലി വേണ്ടാന്ന് വെച്ചാലും ബന്ധങ്ങൾ വേണ്ടാന്ന് വെക്കാൻ പറ്റൂലല്ലോ അല്ലേ. ക്ഷണം സ്വീകരിക്കണമല്ലോ. അപ്പം അങ്ങനെ വന്നതാട്ടോ ഇന്ന്. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ ഡെക്കറേഷൻ പണിയൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഡെക്കറേഷൻ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ നിങ്ങൾ. പിന്നെ ഇതാ പൊന്നൂസും ലിനമോളും ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഓല് രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് സ്കൂൾക്കൊന്നും പോവാത്തതിൻ്റെ സന്തോഷക്കാരൻ രണ്ടാളും മുഖത്തും. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്, നാളെ എക്സാം തുടങ്ങുകയാണ്. അതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ ഇന്ന് പൊന്നൂസിന് എൻ്റെ ഒപ്പം കൊടുന്നിക്കണം. എന്താ വെച്ചാൽ കുട്ടികൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷിക്കാനുള്ള അവസരങ്ങളല്ലേ നമ്മളായിട്ട് എന്തിനപ്പം അത് പായാക്കണം. പിന്നെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ ഓളെ കൂട്ടാതെ പോകുന്ന എനിക്കൊരു സമാധാനം കിട്ടൂല കേട്ടോ. അതുകൊണ്ട് കൊടുന്നതാട്ടോ. അപ്പോൾ ദാ ഇതൊക്കെയാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ. ഇത് വെറുതെ സിസറൊക്കെ വെച്ചൊരു ഫണ്ണായിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. എന്തായാലും നല്ല വെറൈറ്റിയില്ലേ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ കേട്ടോ. അങ്ങനെ ഇതാ ഒരു കസ്റ്റമർ വന്നിക്കണമെന്ന് പറഞ്ഞ സാറിനെ അർജൻറ്റായിട്ട് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിട്ടോ. സത്യം പറഞ്ഞാൽ അതൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വിളിച്ചു വരുത്തലായിരുന്നു. അങ്ങനെ സാറ് വന്നു. അപ്പോഴാണ് സാറിനെ അറിയണമെന്ന് സാറിൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, സാറിന് അതൊന്നും ഓർമ്മയില്ല. പിന്നെ ആരും സ്റ്റാറ്റസ് ഒന്നും വെക്കാത്തതുകൊണ്ട് എല്ലാം സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്ത് പിന്നെ കേക്ക് മുറിക്കൽ, കഴിക്കൽ, വീഡിയോ എടുക്കൽ, ഫോട്ടോ എടുക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയങ്ങൾ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ സാർ. ഓ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കേക്ക് കട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ സാർ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ലിനമോള് വെറുതെ കട്ട് ചെയ്യാണ് കേട്ടോ. 2 കേക്ക് ഉണ്ടാവുകൊണ്ട് ഒരു കേക്ക് ഓക്കും കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓളും കട്ട് ചെയ്ത് അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓലിങ്ങനെ കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഇപ്പുറത്ത് ബാക്കിയുള്ളവർക്ക് എന്താ പണി, വള്ളർക്കിക്കുക കേട്ടോ. ബൽക്കൊക്കെ പണി എപ്പോൾ കിട്ടും എന്ന് ആലോചിച്ചാണ്ട് പൊന്നൊക്കെ കണ്ടില്ലേ. അങ്ങനെ അവസാനം പിന്നെ കേക്ക് പീസാക്കി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. ഞാനൊരു ഷുഗർ കട്ടാണ്, എന്നാലും ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ എനിക്കിൻ്റെ കൺട്രോൾ പോകും. അങ്ങനെ ഞാനും ഒരു പീസ് കഴിച്ചു കേട്ടോ. ഒരു പീസ് കഴിച്ചപ്പോൾ ഒന്നും കൂടി കഴിച്ചാലോ എന്നൊക്കെ തോന്നി. പിന്നെ ഞാൻ ഇന്നെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്തു. വയസ്സ് 10-35 കൂടെ ആവാനായി. ഇനിയിപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തേക്കാരെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. കേക്ക് കട്ടിങ് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ കുറേ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലോണം വിശന്നിരുന്നു. അതുകൊണ്ട് പിന്നെ കഴിക്കണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഇത് നമ്മളെ സെക്കൻഡ് ചാനലാണ് കേട്ടോ. പുതിയതെന്ന് പറയാൻ പറ്റില്ല, ഒരു 2-3 കൊല്ലമായിക്കും കേട്ടോ അത് തുടങ്ങിയിട്ട്. അന്ന് ഞാൻ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു ഇതിൽ. പക്ഷേ ഞാൻ പിന്നെ വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് ബാക്കൊക്കെയായി. വേറെ ഒന്നുമല്ല, എൻ്റെ മടി അല്ല, ഒന്നുമല്ല. ഇനി പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോൾ ഈ 2026 ഞാൻ നന്നാവും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. നടന്നാൽ മതിയെന്നു അല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.